സോ ഇത് നമ്മൾ നേസിപ്പായ എന്ന് പറഞ്ഞ ഒരു തമിഴ് പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടർ വിഷ്ണുവർദ്ധൻ ബില്ല, ആരംഭം, ഷേർഷാ, അരുന്തും അറിയായ്മല്ലോ, ഷേർഷാ ഹിന്ദിയിൽ ഷേർഷാ, അതൊക്കെ എടുത്ത ആളാണ് വിഷ്ണുവർദ്ധൻ. പുള്ളിയുടെ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് നേസിപ്പായ. സോ നമുക്ക് നേസിപ്പായ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സേവിയർ ബ്രിട്ടോ. நம்ம ரெண்டு பேரும் பிரிஞ்சிருவோம் நினைக்கிறியா? இன்னும் ஒரு வார்த்தை சொல்லு. I'll stop the whole feud. You always make me happy. இன்னொரு வாட்டி I love you வரக்கூடாது. I love ആകാശ് മുരളി അഥർവാടെ അനിയനാണോ? sorry. கொஞ்சம் டிஃபரெண்டா ட்ரை பண்ணேன். അതെ, അവനെ സൗണ്ട് വരില്ലേ? பார்க்கணும். பார்க்கணும்னா முடியாதா விட்டு. இல்ல தூமாட்டு கிளம்ப சொல்லும் போதே நான் கிளம்பிட்டேன். இன்னும் உங்களுக்கு பஞ்சாயத்துக்கு என்ன பிரச்சனை? குத்துக்காரா? ஆன் தி வே தான் பிரச்சனை வரும். அதான் முழுசா நம்ம வருவோம். ഇവൻ മ്യൂസിക്കൽ. நல்லபடியா ஊர் போய் சேரு. I know. You got into some trouble. உனக்கு கல்யாணம் பண்ண பிடிக்கலன்னு சொல்லு. பிடிக்கலன்னு சொல்லல. இப்ப வேணாம். I just want some space. ஏய், என்னடி எப்ப பார்த்தாலும் ஸ்பேஸ் பேசிட்டு? Okay, break up. Break up. என்னால இருக்க முடியல. பயமா இருக்கு. ജയിലിലാണോ? അതന്നെ ജയിലാണ്. മറ്റാനല്ലേ വിക്രത്തില്ല. பெரிய முடிவை எடுத்தீங்களோ அதே ப்ராப்ளம் கொஞ்ச நாளுக்கு அப்புறம் காணாம போயிடும். ஆனா நீங்க எடுத்த முடிவு அப்படியே இருக்கும். இதை நீ எப்பவுமே கண்டுபிடி. ഡേറ്റ് വെച്ചിട്ടില്ല. ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഞാനൊരു 25 മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഒരു ജയിൽ ബ്രേക്ക് ആണോ? ആക്ച്വലി ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ അതൊരു എലമെന്റ് ആയിട്ട് പുള്ളിയുടെ പതിവ് സ്റ്റൈലിഷ് മേക്കിംഗ് ഉണ്ട്. പിന്നെ പക്ഷേ ബാക്കി എല്ലാവരും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പുള്ളി ചെയ്യുന്ന പടങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയൊരു പടം ചെയ്യാമെന്ന്. അതെ, പുള്ളിയുടെ സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമുണ്ട്. അത് ബേസിക്കലി ഒരു ഫെയിലിയർ പടമായിരുന്നു. സർവം എന്ന് പറഞ്ഞൊരു പടമാണ് ആര്യയുടെ. അത് ഭയങ്കര രസമായിരുന്നു. ആ സിനിമയുടെ സ്റ്റോറി നല്ലതായിരുന്നു. അതിൻ്റെ മേക്കിംഗ് പരിപാടി, അതിനകത്തൊരു സോങ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസം. അന്ന് VFX ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ ഇവനെ കൈ തറക്കുന്ന പാട്ട് കേട്ടിട്ട് സൂപ്പർ ഹിറ്റ് പടം. അന്നിങ്ങനെ പാട്ടൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിച്ചു അതിലാ ഫുൾ പാട്ട് സൂപ്പർ ഹിറ്റാണ്. മറ്റേ ഇവനും വിഷ്ണുവർദ്ധനുമാണ് ഇവന്റെ പീക്ക് ടൈം ആയിരുന്നു. അല്ല, ആ പാട്ട് ഞാനും കണ്ടിട്ടുണ്ട്, പടം കണ്ടില്ല. പടം കണ്ടോ ചേട്ടാ, നല്ല രസം, നല്ല സ്റ്റോറി ആയിരുന്നു അതിന്റെ. ഇന്ദ്രജിത്തൊക്കെ അഭിനയിച്ച പടം അതിനകത്ത്. ഇന്ദ്രജിത്ത് ഉണ്ട് അതിനകത്ത്, മെയിൻ ക്യാരക്ടറായിരുന്നു. നൈസ് പടം. നല്ല അതിനകത്ത് മറ്റേ വില്ലൻ മറ്റേ ചക്രവർത്തി അല്ലേ, JD ചക്രവർത്തി, പുള്ളി അങ്ങനെയായിരുന്നു വില്ലനായിട്ട് അഭിനയിച്ച്. അതിന്റെ ഐഡിയ ഭയങ്കര നല്ല സ്റ്റോറി ആയിരുന്നു, നല്ല സിനിമ. ഭയങ്കര ഞാനത് ആലോചിക്കുകയും ചെയ്തു അന്ന് എന്ത് പറ്റി ആ പടം. കാരണം അത് ഗിമിക്കൊന്നും അങ്ങനത്തെ അധികം മറ്റേ ഇതേ ലൈന് ഗിമിക്ക് വെച്ചവർക്ക് ചെയ്യാൻ പടം. പക്ഷെ അതൊരു ഗിമിക്കൊക്കെ കുറച്ച് അത് തന്നെ, അങ്ങനെ സിനിമാറ്റിക് മറ്റേ ഒരു സ്റ്റാറിന് വേണ്ടിയുള്ള പരിപാടിയൊന്നും അല്ല. ഒരു റിവെഞ്ച് ആക്ഷൻ പടം പോലത്തെ സാധനമാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട്. അങ്ങനെ കുറേ സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ പാട്ടും പരിപാടിയൊക്കെ ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ ഈ റൊമാൻസ് ആ എലമെൻ്റ് എല്ലാം നല്ല ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലത്തെ ഒരു പരിപാടിയൊക്കെ വെച്ച് കുറച്ച് നല്ല എന്താ പറയുക സിനിമയായിരുന്നു അന്ന്. സിനിമ പക്ഷെ അന്ന് അത്ര ഹിറ്റായിട്ടില്ല. പക്ഷെ അതിന് ഒരു ഓഡിയൻസ് ഉണ്ട് ഇപ്പോഴും. അതിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ചായ ഉണ്ടായിരുന്നു. ഇല്ലില്ല, അല്ല ചായ ഇല്ലായിരുന്നു. എനിക്ക് ഇത് മീൻസ് പുള്ളിയുടെ ചെയ്ത ഈ റൊമാൻസ് അല്ല, ആ പടത്തിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് ആയിരുന്നു ഈ റൊമാൻസ്. ആര്യൻ തൃശ്ശായിരുന്നു അതിനകത്ത്. അപ്പോൾ അവരുടെ ഒരു മെയിൻ ഈ റൊമാൻറ്റിക് പോർഷനാണ് പടത്തിൻ്റെ ഒരു മെജോറിറ്റിയും. അതിനുശേഷമാണ് ഈ ബാക്കിയുള്ള സീക്വൻസ് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ പുള്ളി മറ്റേ വലിയ പടങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്. ഇപ്പോൾ അജിത്തിനെ വെച്ചിട്ട് ബില്ല, ആരംഭം, അത് കഴിഞ്ഞിട്ട് മറ്റേ ഹിന്ദിയിൽ പോയി ഷേർഷാ ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് പുള്ളി യാക്കയോ അങ്ങനത്തെ ഒരു പടം, യാച്ചൻ അങ്ങനെ ഒരു പടം ചെയ്തു പുള്ളി. അത് ഫ്ലോപ്പായിരുന്നു. അല്ലല്ല, ബില്ലറ്റ് ചെയ്തേക്കുന്ന മറ്റേ ചക്രി 12 അവിടെ ഉന്നേപ്പോലും എൻ്റെ ഡയറക്ടർ. സോ ഇത് കാണുമ്പം
ഒരു എന്താ പറയുക കുറച്ച് വൃത്തിയായിട്ട് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ അഥർവ മുരളിയുടെ അനിയനാണ് ആകാശ് മുരളി. അപ്പോൾ ഇത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്, അറിയാമല്ലോ എന്താവും നമുക്ക് കണ്ടറിയാം. പിന്നെ ശങ്കറിൻ്റെ ബ്രഹ്മാണ്ഡ പടയിപ്പ് അവർ പറയുക ശങ്കറിൻ്റെ ബ്രഹ്മാണ്ഡ പടയിപ്പാണ് അത് ശങ്കർ. അടുപ്പിച്ച പടമാണല്ലേ, വേറെ ലവ് സ്റ്റോറി കൂടെ വരുന്നില്ലേ? ഉണ്ട്, മറ്റേ ഇവനുമായിട്ട് അർജുൻ ദാസ്. ആ ടീച്ചർ രസമുണ്ടായിരുന്നു, അതിലൊരു പാട്ടിറങ്ങുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവൻ മ്യൂസിക്കൽ, ഇവൻ ആക്ച്വലി ഒരു വലിയ എന്താ പറയുക ഹിറ്റ് ഒരു ആൽബം കൊടുത്തിട്ട് കുറേ നാളായി. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ സോങ്സ് 1-2 വന്നു. ഗോട്ട് പക്ഷേ ആദ്യം എല്ലാരും വെറുത്തിട്ട് ഇപ്പൊ റീലുകളിലൂടെ എല്ലാരും സ്നേഹിക്കുന്ന പാട്ടുകളാണ്. സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ അത് റീൽ ഓടുവാണ്. പക്ഷെ അങ്ങനെ നമുക്കൊരു ഭയങ്കര ആൾക്കാർ തല കൊണ്ട് നടക്കുന്ന ഒരു ടൈമില്ല, അതില്ല. പിന്നെ ഞാൻ അറിഞ്ഞൊരു ന്യൂസ് ഉണ്ട്, ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ മിഷൻ ഇമ്പോസിബിളിൻ്റെ ഏതോ വർക്ക് ചെയ്ത ഒരാളാണ് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടത്. കാരണം വിദേശത്തല്ലേ പകുതി മുക്കാൻ നടക്കുന്നത്. അപ്പം അവരുടെ ടീമിലുണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻ കോർഡിനേറ്റർ ആണോന്നില്ലല്ലോ. അല്ലെങ്കിൽ അതിന്റെ ഒരു സീക്വൻസ് ഒക്കെ ഇതിനകത്ത് ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചാൽ